ഇന്ന് വന്നിട്ടുള്ളൊരു നൈറ്റി കട്ടിങ് വീഡിയോ ആയിട്ടാണ്. ആദ്യം നമ്മൾ നീളത്തിൽ മടക്കി ഇതുപോലെ 4 ഇങ്ങനെ നടുമടക്കി ഇങ്ങനെ 4 എണ്ണമായിട്ട് വരും. ഇതുപോലെ ആദ്യം നമുക്ക് ഷോൾഡർ അടയാളപ്പെടുത്താം. ഷോൾഡർ 7.5, ഇവിടെ 7.5, ചെസ്റ്റ് 12, ഹിപ്പ് ലെങ്ത് 21.5, അവിടെയും 12. ഒരു ലാർജ് സൈസാണിത്. ഷേപ്പ് ലെങ്ത്ത് നോക്കിയിട്ട് അതിൻ്റെ പകുതി എടുക്കുക. ഇവിടെ 14 അതിൻ്റെ പകുതി 7 എടുത്ത് അവിടെ 11. ഇതുപോലെ നമുക്ക് വരയ്ക്കാം. സ്ലീവ് ലെങ്ത്ത് ഇവിടെ നിന്നാണ് എടുക്കുന്നത്. ഇത് 7 ഇഞ്ച്. സ്ലീവ് റൗണ്ട് 9, ഇവിടെ 2.5. അത് നമുക്കിങ്ങനെ വരച്ചു കൊടുക്കാം. നമുക്ക് ഇവിടെ നിന്നാണ് ഇതിൻ്റെ നെക്കിനും പിന്നെ നടുക്ക് സെൻറ്ററിലൊരു പീസ് വെക്കണം. അത് നമുക്ക് ഈ ഭാഗത്തു നിന്നാണ് എടുക്കേണ്ടത്. നമുക്ക് നെക്ക് 2.25, നെക്ക് വിഡ്ത്ത് 2.25. ബാക്കി നമുക്കതിൻ്റെ ഇതുപോലത്തെ ഒരു പീസിലാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ഇതിവിടെ നമുക്ക് അടയാളപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഇതുപോലെ നമുക്കൊരു കാർഡിൽ കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യാം. നമുക്ക് ഇവിടുന്ന് സ്ലീവും കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് താഴോട്ടേക്ക് ഷേപ്പിലേക്ക് കട്ട് ചെയ്ത് പോകാം. നമുക്ക് ബാക്കും ഫ്രണ്ടും കട്ട് ചെയ്ത് മാറ്റാം. ബാക്കിൽ നമുക്ക് നെക്ക് കട്ട് ചെയ്ത് വെക്കാം. 2.25 ബാക്ക് ലെങ്ത്ത് 3 കൊടുക്കാം. ഇത് റൗണ്ട് നെക്കാണ് വരുന്നത്. ബാക്ക് വശത്ത് നമ്മൾ കൊടുക്കുന്നത്. ബാക്ക് വശം 2 മടക്കി വെക്കാം. അതിന് ശേഷം നമുക്ക് നെക്ക് കട്ട് ചെയ്യാം. നമ്മൾ സൈഡിൽ നിന്ന് കട്ട് ചെയ്ത പീസാണ്. ഇതിൽ നിന്ന് നമുക്ക് ഫ്രണ്ട് നെക്കും പിന്നെ സെൻറ്ററിൽ വെക്കേണ്ട പീസെല്ലാം എടുക്കേണ്ടത്. അത് നമുക്ക് ഇത് രണ്ടും എടുക്കാം. എന്നിട്ട് നമുക്ക് ഇങ്ങനത്തെ ഒരു കാർഡ്ബോർഡ് കഷ്ണം കട്ട് ചെയ്യുന്ന പോലെ. ആദ്യം നമുക്കിതിൻ്റെ ലെങ്ത്ത് വേണ്ടത് നമുക്കിവിടെ എത്തൂല. ഇവിടെ നമുക്കൊരു ചെറിയ പീസ് വെച്ച് കൊടുക്കേണ്ടി വരും. ഈ സൈഡിൽ നമുക്ക് വേണ്ടത് 6.5. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു ചെരിവാ കൊടുക്കണ്ടേ. നമുക്കിതിൽ കട്ട് ചെയ്യുന്ന കാണാം. നമുക്ക് ഈ പീസിന് വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 2.6. ഇത് ടോട്ടൽ എടുത്തത് 5.3 ഇതുപോലെ 5.3. നമുക്ക് നെക്ക് വിഡ്ത്ത് വന്നത് 2.6. 2.6 നിന്ന് നമ്മൾ ഇങ്ങോട്ടേക്ക് 4.5 വരച്ച് ഇവിടത്തേക്ക്. ഈ 4.5 ഒരു ചെരിച്ച ലൈൻ. ആ ചെരിച്ച ലൈനിലേക്ക് ഇങ്ങനെ ഈ 4.5 ഇങ്ങനെ പിടിച്ചതിന് ശേഷം ഇങ്ങോട്ടേക്ക് അതൊരു 3.5. നമുക്കിങ്ങനെ ചെരിവ് ലൈൻ കിട്ടും. പിന്നെ നമുക്ക് ഇവിടുന്ന് ഈ 5 മൊത്തം അറിഞ്ഞില്ല 5.3. ആ 5.3
5.3 ആകുമ്പോൾ ഇവിടെയും 2.7 വന്നത്. ഈ 2.7 ഇങ്ങോട്ടേക്ക് നമ്മൾ 6.5 അടയാളപ്പെടുത്തി. അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു 6.5. ഈ 6.5 പിന്നെ ഒരു ചെരിഞ്ഞ ലൈന്, അത് എത്ര ഇഞ്ച് വരും? 6 ഇഞ്ച്. അങ്ങനെ കട്ട് ചെയ്തെടുത്തതാണ് നമ്മൾ ഈ പീസ്. ഇതുപോലെ ഒരു കാർഡ്ബോർഡ് പീസിൽ കട്ട് ചെയ്ത് വെച്ചാൽ നമുക്ക് എപ്പോൾ ഒരു നൈറ്റ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ പിന്നെയും അടയാളപ്പെടുത്തിയിട്ട് കട്ട് ചെയ്യേണ്ട ആവശ്യം വരില്ല. നമ്മളിതുപോലെ കട്ട് ചെയ്യാം. ഇത് 2 പീസായിട്ട് വരും. നമുക്കിപ്പോൾ 2 പീസിൻ്റെ ആവശ്യമില്ല, ഒരു പീസേ വേണ്ടൂ. നമുക്ക് അതിൻ്റെ അച്ചാക്കാൻ വേണ്ടിയിട്ടല്ലേ. ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നമുക്കിത് ഇങ്ങനെയൊരു കാര്യമുണ്ട്. ഇത് നമുക്ക് ഇങ്ങനെയും കട്ട് ചെയ്ത് ഒരു പീസാക്കി എടുക്കാം. അല്ലാണ്ട് ഇത് നമുക്ക് ഇങ്ങനെയും വെച്ചിട്ട് ഒരു നൈറ്റിക്ക് ഒരു നെക്കായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇവിടെ നമ്മൾ മാക്സി തിരിച്ചിട്ടിട്ട് ഇവിടെ പൈപ്പിംഗ് എല്ലാം വെച്ച് ചെയ്താൽ നല്ല വൃത്തിയായിട്ടുണ്ടാവും. അതുപോലെ നമുക്കിനി ഇത് ഈ തുണിയിൽ വെച്ച് കട്ട് ചെയ്യാം. നമുക്ക് തുണിയിൽ ചില സമയം ഇതിന് നീളം കുറവോ വീതി കുറവെല്ലാം ഉണ്ടാവും. അന്നേരം നമ്മളിവിടെ ഒരു തുണി സ്റ്റിച്ച് ചെയ്ത് വെക്കേണ്ട ആവശ്യം വരും. നമ്മൾ മാക്സിൻ്റെ വീതിക്കനുസരിച്ചിട്ടായിരിക്കും നമുക്കതിന് കുറവ് തരുക. ഇത് എനിക്കിവിടെ കുറച്ച് ഇത് വരുന്നുണ്ട്. ഇവിടെ നമുക്കൊരു പീസ് വെക്കേണ്ടി വരും. എന്തെങ്കിലും മനസ്സിലാവുന്നില്ലെങ്കിൽ കമൻറ്റ് ചെയ്യണം. ഞാൻ പറയുന്നതിൽ ക്ലിയറോ എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യണം. നമുക്കിനി ഇവിടെ ബാക്കി പീസിനെ നമുക്കിവിടെ വെച്ച് കൊടുക്കണം. ഇതിൽ നിന്ന് നമുക്കൊരു പീസ് എടുക്കാം. ഇതുപോലെ ഇവിടെ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ കുറേ ദിവസമായി വീഡിയോ ഒന്നും ചെയ്യാത്ത ചെറിയ തിരക്കുള്ളത് കൊണ്ടാണ് ചെയ്യാണ്ട് തന്നത്. പിന്നെ എനിക്ക് വീഡിയോ എടുത്ത് തരാനും ആളില്ല ഇവിടെ ഇപ്പോൾ. നമുക്കിവിടെ ചെറിയൊരു അടയാളപ്പെടുത്താം. അത് എവിടെയാണ് വെക്കേണ്ടതെന്ന് വയ്യ മനസ്സിലായിട്ടില്ലെങ്കിലോ. വെച്ചിട്ട് ഇങ്ങനെ ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, ഇനി നമുക്ക് സെൻറ്ററിൽ അതിൻ്റെ നൈറ്റിൻ്റെ സെൻറ്ററിൽ പീസ് നീളത്തിൽ വെക്കണ്ടേ. അത് നമുക്ക് ഇതേ ഉള്ളൂ. ഇതിൽ നമുക്ക് ഒപ്പിച്ചെടുക്കണം. നമുക്കത് സ്റ്റിച്ച് ചെയ്തിട്ട് 1.2 വേണ്ടു. നമുക്കൊരു 1.25 ഈ പീസിലെടുക്കാം. 2 വശവും നമുക്ക് മടക്കി അടിക്കണ്ടേ. ഒരുപാട് വീതിയാകുമ്പോൾ ഒരു നീറ്റ് ഉണ്ടാവില്ല. നമുക്കൊരു 1.25 എടുക്കാം. മോൾ ഇതേപോലെ അടയാളപ്പെടുത്തിയാൽ ഇവിടെയും ചെരിവില്ലാണ്ട് നമുക്കത് ലെവലിൽ കിട്ടും. ഇനി നമുക്കിത് കട്ട് ചെയ്തിട്ട് കാണാം. ഇനി നമുക്കിവിടെ ഈ നമ്മൾ കട്ട് ചെയ്ത ചെറിയ പീസില്ലേ അത് നമുക്കിവിടെ ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇത് നല്ല വശവും വെച്ചിട്ടാണ്. നമുക്ക് സ്റ്റിച്ച് ചെയ്ത് ഇതുപോലെ ഇതേപോലെ തന്നെ ഇത് നല്ല വശവും ഇതിൻ്റെ നല്ല വശവും വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യും. നമുക്കിത് നെക്ക് വെക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്കിവിടെ മാക്സി കട്ട് ചെയ്ത് വെച്ചതില്ല അതിൽ നമുക്ക് 2.5 ഇഞ്ച് അടയാളപ്പെടുത്താം.
ഇത് നമുക്ക് മോശം വശം വെച്ചിട്ട് ഇതിൻ്റെ നെക്കിൻ്റെ നല്ല വശവും വെച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അങ്ങനെ നമുക്കിവിടെ ഒരു പിൻ ചെയ്ത് കൊടുക്കാം. എന്നാൽ പിന്നെ നീങ്ങിയിട്ട് പോവില്ല. ഇത് മാക്സിൻ്റെ നല്ല മോശം വശത്ത് ഇതിൻ്റെ നല്ല വശമാണ് വന്നത്. ഇനി നമുക്കിവിടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കാം. ഇനി നമുക്ക് ഈ നെക്കിൻ്റെ ഭാഗം ഈ ഭാഗം കട്ട് ചെയ്തിട്ട് എടുക്കാം. എന്നിട്ട് കാണാം. നമ്മളിവിടെ ഇങ്ങനെ നെക്ക് കട്ട് ചെയ്തതിന് ശേഷം ഇനി നമ്മളിത് നല്ല വശത്തേക്ക് മറിച്ചിടും. ഇതുപോലെ മറിച്ചിട്ടിട്ട് നമുക്കിനി ഈ നെക്കിൻ്റെ സൈഡിലോട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്ത് ഇനി നമുക്കിവിടെ ഈ ഭാഗങ്ങൾ നമുക്കിവിടെ ഇങ്ങനെ മടക്കിയിട്ട് ഇവിടെ സ്റ്റിച്ച് ചെയ്യാം. വേണമെങ്കിൽ നമുക്ക് ലേസ് വെക്കാം. അത് നല്ലത് നമ്മളിവിടെ മടക്കി സ്റ്റിച്ച് ചെയ്യുന്നതാണ്. ഇത് മൊത്തം നമ്മൾ ഇവിടം വരെ മടക്കി സ്റ്റിച്ച് ചെയ്യാം. നമ്മളിത് മിക്സ് ആൻഡ് മാച്ച് ചെയ്യുമ്പോൾ അത് നല്ല നീറ്റ് ഉണ്ടാവുക കാണാൻ. ഇത് ഒരേ കളറായതുകൊണ്ടാണ് ഒരു എടുപ്പില്ലാത്തത്.